പ്രിയമുള്ളവരെ, എന്തൊരു നാടാണ് നമ്മുടെ നാടൊക്കെ. ഇന്ന് കേരളത്തിലെ അങ്കമാലിയിൽ ഒരു 29 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി പ്രസവിച്ചത് പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് ക്രൂരമായി മർദ്ദിച്ച്. നമ്മുടെ പുറം സംസ്ഥാനങ്ങളിലാണ് ഇതുപോലുള്ള ന്യൂസുകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഇതുപോലത്തെ ന്യൂസുകളൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്നില്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുറം സംസ്ഥാനങ്ങളിലാണ് നമ്മളിങ്ങനെ പുറം സംസ്ഥാനത്തിലെ നമ്മൾ ഫോണൊക്കെ നോക്കുമ്പോൾ പുറം സംസ്ഥാനങ്ങളിലുള്ള ന്യൂസുകളാണ് നമ്മൾ കൂടുതൽ ഇതുപോലെയൊക്കെ കേട്ടിരുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിലും തൊട്ടടുത്തും ഇതുപോലെ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം എന്നൊന്നും മനസ്സിലാവുന്നില്ല. വെറും 29 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരി പ്രസവിച്ചപ്പോൾ അത് പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ക്രൂരമായി മർദ്ദിച്ച ഒരു ഭർത്താവ്. സാധാരണ ആണുങ്ങളൊക്കെ പെൺകുട്ടിയെ പ്രസവിക്കാൻ വേണ്ടി പെൺകുട്ടിയാണ് പ്രസവിക്കുക എന്നുള്ളത് സന്തോഷിച്ച് നിൽക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. പ്രസവത്തിൽ ഫസ്റ്റ് പ്രസവം തന്നെ പെൺകുട്ടി ആയിരിക്കണേ എന്ന് പറയുന്ന ഒരുപാട് ആണുങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടെയുണ്ട്. നമ്മൾ ഒരുപാട് അറിയാവുന്ന വ്യക്തികൾ എനിക്കുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത് ഒരു വ്യത്യസ്തമാർന്ന ഒരു പോങ്ങനായ ഭർത്താവായി പോയി. കാരണം പെൺകുട്ടിയെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയെ മർദ്ദിക്കുന്നത്. ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം എന്താ? ഇനി ആ പെൺകുട്ടിക്ക് ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ഒരു മനസ്സമാധാനവും ഉണ്ടാവില്ല. കാരണം ഇനി ഒരു കണക്കിന് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ആ ഭർത്താവിൽ നിന്നും ആ ഭാര്യയെ മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം ആ വീട്ടുകാർക്ക് ഒരു സങ്കടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതുപോലെ ചെയ്യുന്ന ഭർത്താക്കന്മാരുടെയൊക്കെ കൂടെ വിട്ട് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ആ വീട്ടുകാർ ചിന്തിക്കാവുന്നതാണ്. ഒരിക്കലും ആ ഒരു മരം മാക്രിയുടെ കൂടെ ഒരിക്കലും വിടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവൻ ഇനിയും പലതും ചെയ്യും. കാരണം ഇനിയും അവർ ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ അടുത്ത പ്രസവം വരുമ്പോഴും പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്തായാലും അവൻ പിടിച്ച് കൊല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും ആ പെൺകുട്ടിയെ അവൻ്റെ കൂടെ ജീവിക്കാൻ വിടരുത് എന്നുള്ളതാണ്. അവർക്ക് വേറെ വല്ല ജോലി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരെ നല്ല രീതിയിൽ സുഖമായി സന്തോഷത്തോടെ എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുക. കാരണം ഇതുപോലെ മർദ്ദിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പ്രശ്നങ്ങൾ എന്തായാലും അവിടെ പൊട്ടിപ്പൊടരും. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക.